ലല്ലിമോളെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്റെ ദൈവം, ഇവിടെ കൊണ്ട് ലല്ലിമോളെ വിളിച്ചിട്ട് ഇവളിപ്പോ എന്ത് ചെയ്യാൻ പോവാ? ലല്ലി, നീ ഇങ്ങോട്ട് മര്യാദക്ക് ഇറങ്ങി വന്നോ? എന്താ എന്താ ഇവിടെ ബഹളം? ആരാ എന്റെ മോളെ ദേശത്തോടെ ഇങ്ങനെ വിളിക്കുന്നേ? ശിക്ഷ കൊടുക്കണോന്നോ എന്റെ മോൾക്കോ? ആഹാ, മിണ്ടാതിരുന്നോ കുണുക്ക, നിനക്ക് തന്നെ തരൂ ശിക്ഷ. രജനിയാന്റി മതി, ഞങ്ങൾ എല്ലാം അറിഞ്ഞു. ലല്ലിമോളല്ലേ ഉണ്ണിമോക്ക് റംബൂട്ടാന്റെ കുരു കൊടുത്തത്? നിങ്ങൾ എന്തൊക്കെയാ പറയണേ? എന്റെ മോള് കൊടുത്തോന്നോ? അനാവശ്യം പറയല്ലേട്ടോ ആന്റി. മതി, ലല്ലിയും ആന്റിയും കൂടി പറയുന്നത് കുണുക്കം കേട്ടു. അവനെ എവിടെ വന്ന് പറഞ്ഞത്? ഇനി നുണ പറയാൻ നോക്കണ്ട. നിങ്ങളുടെ കുണുക്കി അത് ചെയ്തേ, വെറുതെ എന്റെ മോട്ട് തലയിൽ വെക്കാനും നോക്കണ്ട. കേട്ടല്ലോ, ഒരു കുണുക്കം പറഞ്ഞു പോലും അവൻ ഉണ്ടാക്കി പറഞ്ഞതായിരിക്കും. ഓഹോ, കുണുക്കൻ എന്തൊക്കെയാ പറയണേ? ശരി, എന്റെ മോളെ ഉണ്ണിമോളുടെ വായിലോട്ടൊന്നും റംബൂട്ടാൻ വെച്ച് കൊടുത്തില്ലല്ലോ. ആ കൊച്ചു തനി എടുത്തു നിന്നതിന് എന്റെ മോളെ എന്ത് ചെയ്യാനാ? ഇപ്പൊ അങ്ങനെയായോ? കുണിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ആന്റി എന്തൊക്കെയാ പറഞ്ഞേ? ഈ അച്ഛമ്മ കുണിക്ക് ശിക്ഷ കൊടുക്കുമായിരുന്നു. ഉണ്ണിമോള് സുഖമായിട്ട് തിരിച്ചു വന്നവരെ ഈ മുറ്റത്ത് നിൽക്കാനായിട്ട്. ഇപ്പൊ മനസ്സിലായല്ലോ ആരാണ് തെറ്റിയതെന്ന്. അതുകൊണ്ട് ലല്ലിമോള് ശിക്ഷ ഏറ്റെടുക്കണം. ലല്ലിമോള് നിൽക്കണം ഇവിടെ. കേട്ടോ മമ്മി? നിർത്തടി, കുറെ നേരമായി നിങ്ങൾ തുടങ്ങിയിട്ട്. ഞാൻ കുണിക്ക് ഒരു ചെറിയ ശിക്ഷ കൊടുത്തു, അത് അവർക്ക് കിട്ടേണ്ടതാ. ഇപ്പൊ മനസ്സിലായല്ലോ കുണിക്ക് അല്ലാതെ ചെയ്തതെന്ന്. ശരി, എല്ലാരും അകത്തേക്ക് പോയിക്കോ. ഇനി ലല്ലിമോളൊന്നും പറയാൻ നിൽക്കണ്ട. കുണിക്ക് ഒരു നിയമം, ലല്ലിക്ക് വേറെ നിയമം. അതൊന്നും പറ്റത്തില്ല അച്ഛമ്മേ. മക്കളെ, അയ്യോ അമ്മ വന്നോ? ഉണ്ണിമോക്ക് എങ്ങനെയുണ്ട്? ഉണ്ണിമോക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ആള് നല്ല ഹാപ്പിയാ. അമ്മ ശരിക്കും കുരു വായിലുണ്ടായിരുന്നോ? ആ, ഒരു ചെറിയ കുരു വായിലുണ്ടായിരുന്നു. ഡോക്ടർ അത് എങ്ങനെയൊക്കെയോ പുറത്തെടുത്തു. ഇപ്പൊ ഒരു കുഴപ്പമില്ല. നിങ്ങളെപ്പോലെ ഞാനും പേടിച്ചു. എന്തായാലും ഇനി ശ്രദ്ധിക്കണം കേട്ടോ അമ്മ. അയ്യോ, എന്താ കുണിക്ക് എന്താ കരഞ്ഞിരിക്കുന്നേ? നല്ല വിഷമത്തിലാണല്ലോ കുണിക്ക്. കുറെ കരഞ്ഞെന്ന് തോന്നുന്നു. എന്ത് പറ്റി? അയ്യോ എന്റെ മോള്, എന്താ അമ്മയെ കേൾക്കുന്നേ? ഇതെല്ലാം ഉള്ളത് തന്നെയാണോ? അതെ അമ്മേ, കുണിക്ക് പറഞ്ഞതെല്ലാം സത്യ. ഞങ്ങൾക്ക് ശരിക്കും ദേഷ്യം വന്നു. അച്ഛനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കാൻ കുണുക്കം പോയപ്പോഴാ ഇത് ചെയ്തത് ലല്ലിമോളാന്ന് ഞങ്ങൾ അറിയണേ. കുണിക്ക് കൊടുത്ത ശിക്ഷ ലല്ലിമോ കൊടുക്കാൻ പറഞ്ഞപ്പോ അത് കൊടുക്കാൻ അച്ഛമ്മക്ക് വയ്യ. എന്റെ പൊന്നമ്മേ, കുട്ടികളല്ലേ, കുണിക്ക് ആയാലും ലല്ലി ആയാലും ഒരു ശിക്ഷ കൊടുക്കണോ? അവരെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ വേണ്ടത്. കഷ്ടം. എന്റെ മോള് വിഷമിക്കണ്ട, മോള് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അമ്മക്കറിയാം. എന്താ ഉണ്ണിമോൾ ഓക്കെ ആയില്ലേ? പിന്നെ എന്താ ഇവിടെ ഒരു പ്രശ്നം? എന്റെ പൊന്നു മാധവാ, നീ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നല്ലോ. നീ ഒരു ഗ്രഹനാഥനാണോടാ? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണേന്ന് അറിയോ? എന്താ സംഭവിച്ചത്? ഉണ്ണിമോളുടെ വായിൽ റംബൂട്ടാന്റെ കുരു പോയതല്ലേ? അത് ഹോസ്പിറ്റലിൽ പോയി എടുത്തല്ലോ. ഇനി എന്താ പ്രശ്നം? എടാ കുട്ടികളല്ലേടാ, ആ ലല്ലിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ആ കുരു വായിപ്പോയത്. എന്നിട്ട് ഇവിടെ എന്തൊക്കെയായിരുന്നു നിന്റെ മക്കളുടെ ബഹളമെന്നറിയോ? ലല്ലീനെ പുറത്തു നിർത്തണം, ശിക്ഷ കൊടുക്കണം, ഓടിക്കണം. എന്റെ പൊന്നു മാധവ, ഇങ്ങനെയാണ് എടാ വീട്ടിൽ വന്നവരോട് നിന്റെ മക്കൾ പെരുമാറുന്നേ? അമ്മ കൂടുതൽ പറയണ്ട. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞാനിവിടെ കേട്ടു. ഇത് ഞാൻ അമ്മയോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? കുട്ടികൾ ഇങ്ങനെ ചെയ്തെന്ന് കരുതി അമ്മ കുണിക്കല്ലേ ശിക്ഷ കൊടുത്തത്? കൂടുതലൊന്നും പറയണ്ട. ഗീത പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കുട്ടികൾ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ അവരെ പറഞ്ഞ് തിരുത്തണം. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ ഷഷ്ടിപൂർത്തി നടത്താൻ ഇനി 2-3 ദിവസം കൂടിയുള്ളൂ. ഇന്നല്ലേ സാരിയൊക്കെ എടുക്കാൻ പോകാന്ന് പറഞ്ഞത്. ഇനി ഈ പ്രശ്നം കഴിഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ട. ഞാൻ കാറായിട്ട് വരാം. പോകാനുള്ളവരെല്ലാം റെഡി ആയിക്കോ. നല്ല മഴക്കാറും ഉണ്ട്. മഴക്ക് മുമ്പ് എടുത്തിട്ട് വരണം കേട്ടല്ലോ. ഞാൻ വേഗം വരാം. നിങ്ങൾ ആരും വിഷമിക്കണ്ട, വേഗം റെഡി ആയിക്കോ. നമുക്ക് എല്ലാവർക്കും കൂടി ഡ്രസ്സ് എടുക്കാൻ പോകാം. അല്ലെങ്കിൽ അത് മതി മാധവൻ ചേട്ടന്. വാ മക്കളെ. കണ്ടോമേ, അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും അറിഞ്ഞു. ഞങ്ങൾ നാണം കെട്ടു. എന്ത് ചെയ്യാനാ? ലല്ലിമോൾ അകത്തിരുന്ന് പറഞ്ഞത് കുണുക്കം കേട്ടു. അതുകൊണ്ട് നമുക്കിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ, ദേ വേഗം പോയി റെഡി ആയിക്കോ. സാരി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോകണം. ഈ വിഷമത്തിലേ പോകാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ലല്ലിമോള് വിഷമിക്കണ്ട, ഉണ്ണിമോക്കിട്ടൊരു പണി കൊടുത്തോളാം. അവള് കാരണമാണല്ലോ ലല്ലിമോൾ ഇങ്ങനെ നാണം കെട്ടത്. ശരി, ഞങ്ങൾ റെഡിയാകാം. നിങ്ങൾ റെഡിയായോ? രാവിലത്തെ ആ പ്രശ്നം കാരണം വരാനുള്ളൊരു മൂഡ് പോയമ്മേ. എന്റെ പൊന്നെ, ഇവളിങ്ങനെ ഒരു വണ്ടിയായി പോയല്ല. ഇടി, നമ്മൾ എങ്ങോട്ടാ പോണത്? എന്റെ ഷഷ്ടി പൂർത്തിക്ക് സാരി എടുക്കാൻ നിങ്ങൾക്കും ലല്ലിമോൾക്കും എല്ലാവർക്കും എടുക്കുന്നുണ്ട്. ആരാ എടുക്കുന്നത്? മാധവൻ, നിന്റെ ആങ്ങള. പിന്നെ നീ എന്തിനാടി വിഷമിക്കുന്നേ? എന്നാലും അല്ല, എന്നേലും വില കൂടിയ സാരി നീ എടുത്തോളണം. പിന്നെ കൊച്ചിനും എടുത്തോളണം. വീട്ടിലിടാനും ട്യൂഷന് പോകാനും എല്ലാം. കുറേ പൈസക്ക് ഡ്രസ്സ് ഒന്ന് വാങ്ങിപ്പിക്കണം കേട്ടല്ലോ. വേഗം വാ. ആ ഉണ്ണിമോളും വരുന്നുണ്ട് അച്ചാമ്മേ, അവളെ റെഡിയാക്കുക. ആ കൊച്ചിന്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് കാര്യം വരും. ഈ മാധവന് വേറെ പണിയൊന്നുമില്ല, ആ കൊച്ചിനെ എഴുന്നള്ളിച്ചോണ്ട് പോകാൻ. ഉണ്ണിമോളുണ്ടെങ്കിൽ ഞാൻ വരൂല അമ്മമ്മ. അത് നേരാ, ആ കൊച്ചുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾ വരാതിരിക്കണ്ട, ആ ഉണ്ണിമോള് നിങ്ങളെ കൂടി എന്തായാലും വരില്ല. അതെങ്ങനെയാ? ആ കുട്ടിയോടെ റെഡിയാവുന്നുണ്ടല്ലോ. നീ കണ്ടോ ഈ സരസ്വതി ആരാന്ന്? ഉണ്ണിമോളെ ഞാൻ ഇവിടെ തന്നെ നിർത്തും.
ഉണ്ണിമോള് വരുമോ അമ്മ? അമ്മാമ്മക്ക് എന്തോ പ്ലാൻ ഉണ്ട്, അത് നടക്കട്ടെ. എന്തായാലും ഉണ്ണിമോള് വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അയ്യോ, ഉണ്ണിമോളെ നോക്കിയാ എന്തൊരു മഴയാ. ഉണ്ണിമോളുടെ അമ്മ റെഡിയായിട്ട് വന്നവരെ നമുക്ക് ഇവിടെ നിന്ന് മഴ കാണാട്ടോ. മുറ്റത്ത് വെള്ളം കയറി തുടങ്ങിയല്ലോ. നാളെ കളക്ടർ അവധി തരുമായിരിക്കും. ഓ, ഇവളീ കൊച്ചിനായിട്ട് ഇവിടെ നിൽക്കുവാണോ? കൊച്ചു പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓ, ഈ കൊച്ചിന് ഇതിന്റെ തള്ളക്ക് നാണയില്ലേ എന്റെ പരിപാടിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വരാനായിട്ട്. നോക്കി ഉണ്ണിമോളെ മഴ. എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഈ കൊച്ചിനൊന്ന് മേടിച്ചെടുക്കണം. ആരും കാണാതെ ഒരു നുള്ളു വെച്ച് കൊടുക്കണം. കൊച്ചു കിടന്ന് കരയുമ്പോ അതും പറഞ്ഞ് ഈ കൊച്ചിനെ ഇതിന്റെ തള്ളേനെ എനിക്ക് കൊണ്ടുപോകണ്ടല്ലോ. ആ അച്ഛാമ്മ ഇവിടെ പുറകെ വന്ന് നിൽക്കണ്ടോ? ഇതെപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. അല്ല, നീ റെഡിയാവുന്നില്ലേ? ഞാൻ റെഡിയായി നിൽക്കുവാ. ആഹാ, അച്ഛാമ്മയുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ ഉണ്ണിമോള് വരുന്നുണ്ടോ? ഉണ്ണിമോള് റെഡിയായോ? അച്ഛാമ്മക്ക് എന്താ പ്രത്യേക ഒരു സ്നേഹം കൊച്ചിനോട്? പ്രത്യേക സ്നേഹമൊന്നോ? നീ എന്തായി പറയണേ? ഇതൊരു കുഞ്ഞല്ലേ. അല്ല, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണ്ട. മഴ ഇങ്ങനെ പെയ്യണ കണ്ടില്ലേ? കുഞ്ഞിനെ ഇങ്ങോട്ട് താ, നമുക്ക് അകത്തേക്ക് പോവാം. ഞങ്ങൾ സിറ്റ് ഔട്ടിലല്ലേ നിൽക്കുന്നത്, ഞങ്ങൾക്ക് മഴയൊന്നും കൊള്ളൂല. അതുപോലെ ഉണ്ണിമൊക്കെ മഴ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും തണുപ്പടിക്കും, ഇങ്ങോട്ട് താ. അതൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. എന്തൊരു മഴയാ. നാളെയും കളക്ടർ അവധി തന്നാ കുട്ടികൾക്ക് എന്റെ ഷഷ്ടിപൂർത്തി നല്ലോണം കൂടാ. അല്ലേ നീ ഇത് മോളെ? കളക്ടർ അവധി തന്നാ മതിയായിരുന്നു. ശരി ശരി, നീ കൊച്ചിനെ താ. ഇങ്ങ് വാ. വേണ്ട അച്ചാമ്മ, ഇതേ കുഞ്ഞിന്റെ മുഖം മാറിയ കണ്ടില്ലേ? കുഞ്ഞിന് അച്ചാമ്മനെ പേടിയാ. ഒരു പേടിയില്ല, ഇങ്ങ് തന്നേ. ഓ, ഇവൾ ഈ കൊച്ചിന് തരില്ലല്ലോ, എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം. ഇങ്ങ് തന്നെ. എത്ര കൊച്ചിനെ എടുത്തിട്ടുള്ളതാ ഞാൻ. അതിനിങ്ങനെ മഴയത്ത് നിർത്തണ്ട. ഇങ്ങ് തന്നെ. എന്താ അച്ചാമ്മ, ഇത് കുഞ്ഞിന് ഇഷ്ടമല്ല. അയ്യോ, അത് പേടിച്ച് കരയാ. അച്ചാമ്മ ഒന്ന് പോയിക്കാം. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. പോയി ഒരു നുള്ളു വെച്ച് കൊടുക്കാം. അയ്യോ അച്ചാമ്മേ, അച്ചാമ്മേ. ഓ, എന്തൊരു മഴ. അയ്യോ അമ്മേ, അമ്മേ, അമ്മ എണീക്കാൻ എന്റെ കയ്യിലോട്ട് പിടിക്കേ. എന്താ അമ്മ, എന്താ പറ്റിയേ? അച്ചാമ്മ തെന്നി വീണതാ. എന്റെ നടു പോയട മാധവ, എനിക്ക് വയ്യ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, ഒന്ന് കിടന്നാ മതി. എന്നാ അകത്തോട്ട് കയറ്. ശരി ശരി, അകത്തേക്ക് കേറാം. എല്ലാരോടും പറ ഇന്ന് എന്തായാലും തുണിക്കടയിൽ പോകണ്ടെന്ന്. എനിക്ക് നടുവേദനയാ. നമുക്ക് അടുത്ത ദിവസം പോകാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇന്ന് 3 ദിവസമുള്ള അമ്മയുടെ പരിപാടിക്ക്. ഇന്ന് തന്നെ ഡ്രസ്സ് എടുക്കണം. നാളെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീണ കൊണ്ട് അമ്മ വരണ്ട, ഞങ്ങളെല്ലാം പോയിട്ട് എടുത്തിട്ട് വരാം. അത് കൊള്ളാം. എന്റെ സപ്തതിയുടെ സാരി എനിക്ക് കാണണ്ടേ? എന്റെ പൊന്നമ്മ, അത് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ ഗീതയും രജനിയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഒരു അടിപൊളി സാരി എടുത്തു തരുള്ളൂ. അമ്മ പേടിക്കണ്ട, അമ്മ വരണ്ട. അത്ര തന്നെ. അമ്മ റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ എല്ലാവരും പോയിട്ട് വരാം. അമ്മക്ക് കൂട്ടിന് വേണ്ടി ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനോട് പറയാം. ഒന്നും പറയണ്ട, അകത്തോട്ട് നടക്ക്. അല്ല നീതുമോളെ, നീയും അകത്തോട്ട് കയറ്. തണുപ്പടിക്കും കൊച്ചിന്. എന്റെ ദൈവമേ, എന്റെ ബർത്ത്ഡേ കുടുപ്പെടുക്കാൻ ഇപ്പൊ എന്നെ കൊണ്ടുപോകാത്ത അവസ്ഥ. ഈ മെനകെട്ട ഉണ്ണിമോള്, അവക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പണി.